ഏവർക്കും നമസ്കാരം. ഭഗവാന്റെ 1000 നാമങ്ങൾ 1000 കഥകളിലെ 8ാമത് നാമം ഭൂതാത്മനെ നമ. ഈ നാമത്തെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പണ്ട് ജനക മഹാരാജാവിന്റെ പണ്ഡിത സദസ്സിൽ വലിയൊരു പ്രഖ്യാപനം നടത്തി. തൻ്റെ രാജ്യത്തിലെ ഏറ്റവും ഉത്തമനായിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന ഒരു പണ്ഡിതന് ഒരു വലിയ സമ്മാനം കൊടുക്കാൻ ജനക മഹാരാജാവ് തീരുമാനിക്കുന്നു. വലിയൊരു പരീക്ഷ അതിലൂടെ സംഘടിപ്പിച്ചു എന്നാണ്. ആയിരക്കണക്കിന് പശുക്കൾക്ക് സ്വർണത്തെ ഒക്കെ അണിയിച്ചുകൊണ്ട്, പശുക്കളുടെ കൊമ്പിലും കുളമ്പിലും ഒക്കെ സ്വർണത്തെ കൊടുത്തുകൊണ്ട് കെട്ടി അതിനെ അലങ്കരിച്ച് സുവർണ പട്ടുകളെ ഒക്കെ വിരിച്ചുകൊണ്ട് ഒരു വലിയ സമ്മാനം, ഇതുവരെ ഇതുപോലെ ഒരു സമ്മാനം നടന്നിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു വലിയ സമ്മാനം തൻ്റെ രാജ്യത്തിലെ ഏറ്റവും ജ്ഞാനിയായിരിക്കുന്ന പണ്ഡിതനായിരിക്കുന്ന ഒരു മഹാത്മാവിന് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അതിൻ്റെ വിളംബരമൊക്കെ നടത്തി. ആ ഒരു മത്സര പരീക്ഷയിൽ ജനകന്റെ രാജധാനിയിൽ നിരവധി പണ്ഡിതന്മാർ എത്തിച്ചേർന്നു എന്നാണ്. ആ പണ്ഡിതന്മാർക്കൊക്കെ ഓരോരോ പരീക്ഷകൾ അവിടെ നടത്തപ്പെട്ടു. ആ പരീക്ഷകളിലൊക്കെ യാജ്ഞവൽക്യനാണ് മുന്നിട്ട് നിന്നത്. അവസാനം പരീക്ഷകളുടെ ഒക്കെ ചുമതലക്കാരനായിരുന്ന ഉദ്ദാലകൻ എന്ന് പറയുന്ന മഹർഷി, അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുന്ന ആളാണ് വിജയി. നമ്മളിപ്പോ ഈ അടുത്തിടെയൊക്കെ കാണാറുണ്ട്. ഞാൻ കോടീശ്വരൻ എന്ന് തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ട് പരിചിതമാണ് നമുക്കൊക്കെ. അവിടെയും ഇതേപോലെ ഇത്ര ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുന്ന ആളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ അവസാന ചോദ്യത്തിനാണ് ബമ്പർ പ്രൈസ്, ഏറ്റവും വലിയ സമ്മാനത്തെ കൊടുക്കുക. ഇതുപോലെ ആയിരുന്നു പണ്ട് ഈ ജനകസഭയില് ഉദ്ദാലകൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ പര്യവസാനത്തിൽ അവസാനമായിട്ട് ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞാൽ രാജാവിന്റെ ഈ സമ്മാനം, വലിയ ഒരു നിധി കിട്ടുമെന്നാണ്. അങ്ങനെ ആ ചോദ്യം ഏതാണ് ഉദ്ദാലകൻ ചോദിച്ചത്? യാജ്ഞവൽക്യനോടായിട്ട് ചോദിച്ചു, പഞ്ചഭൂതങ്ങളാണല്ലോ സൃഷ്ടിക്ക് നിദാനം. ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളാൽ ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങൾക്കും അതിനെ നിയന്ത്രിക്കുന്ന, അതിനും ഒരു ആത്മാവായിട്ട് വർത്തിക്കുന്നവൻ ആര് എന്നാണ് ആ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് അവിടെ യാജ്ഞവൽക്യൻ വിനീതനായിട്ട് പ്രാർത്ഥനയോടെ യാജ്ഞവൽക്യൻ പറഞ്ഞു എന്നാണ്. ഓം ഭഗവതേ, സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന വിഷ്ണു തന്നെയാണ് ഈ ഭൂതങ്ങളുടെ ഒക്കെ ആത്മാവായിട്ട് കുടികൊള്ളുന്നത്. ഓം ഭൂതാത്മനേ നമ എന്ന ഭഗവാന്റെ തിരുനാമം ആ സമയത്ത് അവിടെ യാജ്ഞവൽക്യൻ പറഞ്ഞ് വിശദീകരിച്ചു എന്നാണ്. സർവഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ ആത്മാവായിട്ട് നിലനിൽക്കുന്ന ആ യാജ്ഞവൽക്യൻ ഭഗവാനെ ഭൂതാത്മനേ നമ, എല്ലാ പഞ്ചഭൂതങ്ങളുടെയും ആത്മാവായിട്ട് വർത്തിക്കുന്ന ആ സാക്ഷാൽ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു നാമത്തെ, അതിന്റെ മഹാത്മ്യത്തെ അവിടെ പാടിക്കേൾപ്പിച്ചു എന്നാണ്. ആ മത്സര പരീക്ഷയിൽ എല്ലാവരും ആ യാജ്ഞവൽക്യന്റെ ഉത്തരത്തെ സ്വീകരിച്ചുകൊണ്ട്, എല്ലാവരും പ്രശംസിച്ചുകൊണ്ട് യാജ്ഞവൽക്യനെ ആ മത്സരത്തിലെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും യാജ്ഞവൽക്യന് ആ രാജാവിന്റെ ആ സമ്മാനനിധിയെ കൊടുക്കുകയും എല്ലാ പണ്ഡിതന്മാരുടെ ഇടയിൽ ഉന്നതമായ ഒരു പദവി യാജ്ഞവൽക്യന് ലഭിക്കുകയും ചെയ്തു എന്ന് ചരിതം. ഇതാണ് ചരിത്രം. ഈ യാജ്ഞവൽക്യൻ ആരാണ്? സാക്ഷാൽ യജുർവേദത്തിന്റെ ആചാര്യനാണ് യാജ്ഞവൽക്യൻ. അവിടെ കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും ഈ 2 പരമ്പരകളും യാജ്ഞവൽക്യനിൽ നിന്നാണ് ആവിർഭവിച്ചതെന്ന്. അവിടെ കൃഷ്ണ യജുർവേദമാണ് പൊതുവെ സർവ്വസാധാരണമായിട്ട് കൂടുതൽ പ്രചാരത്തിലുള്ളത്. സാക്ഷാൽ വൈശാമ്പായനായിരിക്കുന്ന മഹർഷിയുടെ ശാപം അദ്ദേഹത്തിന് വന്നു ചേർന്നു എന്നാണ്. ഒരിക്കൽ ഒരു വലിയ ആചാര്യ സംഗമം സംഘടിപ്പിച്ചു. അതിൽ എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു പാപം വന്നു ചേർന്നു. ആചാര്യൻ വിളിച്ച ആ ഒരു സംഗമത്തിൽ എത്തിച്ചേർന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഒരു പാപം വന്നു ചേർന്നു എന്നാണ്. ആ പാപത്തിന് പരിഹാരമായിട്ട് യജ്ഞം അനുഷ്ഠിക്കാനായിട്ട് ഗുരുനാഥനായ വൈശമ്പായനൻ തന്നെ വന്നു യാജ്ഞവൽക്യനെ സഹായിക്കാൻ. പക്ഷെ താൻ ചെയ്ത ആ ഒരു അപരാധത്തിന്റെ ഫലം, താൻ ചെയ്ത അപരാധത്തിന്റെ ആ പരിശ്രമം, അതിനെ മാറ്റിയെടുക്കാൻ താൻ തന്നെ പരിശ്രമിക്കണം എന്ന ന്യായത്തിന്റെ പുറത്ത്
അവിടെ യാജ്ഞവൽക്യൻ ഈ ഒരു യാഗത്തിന് അല്ലെങ്കിൽ അതിന്റെ പരിഹാരത്തിന് താൻ തന്നെ ഒറ്റയ്ക്ക് ശ്രമിച്ചോളാം എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന് ആഗ്രഹിച്ചു വന്നിട്ടും ആ ഗുരുവിനെ നിന്ദിച്ചു. അതുകൊണ്ട് തന്നെ ഗുരുശാപം നിമിത്തം പഠിച്ച വിദ്യകളൊക്കെ ഛർദ്ദിച്ചു പോകാൻ ഇടവരട്ടെ എന്നാണ് യാജ്ഞവൽക്യനോട് ശാപം വൈശാമ്പായൻ കൊടുത്തതെന്ന്. അതുകൊണ്ട് തന്നെ വിദ്യകളെ മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു. ഇത് കണ്ട ഋഷിവര്യന്മാര് തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെ വിദ്യകളെ മുഴുവൻ നേടിയെടുത്തു എന്നാണ്. അതുകൊണ്ടാണ് പിന്നീട് അവിടെ വരുന്ന ആ യജുർവേദം തൈത്തിരീയം എന്നറിയപ്പെടുന്ന ശാഖകളായിട്ട് മാറിയത് എന്ന്. പിന്നീട് സൂര്യനെ ഉപാസിച്ചുകൊണ്ട് സാക്ഷാൽ ഹയഗ്രീവമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് ദാക്ഷിണ്യരമ്യ ഗിരിശസ്യമൂർത്തി ദേവീ സരോജാസന ധർമ്മഭഗ്നി വ്യാസാദയോബി വ്യപദേശവാചാ സ്ഫുരന്തിയേ തവ സർവശക്തിലേശേ. ആ ഹയഗ്രീവമൂർത്തിയുടെ അനുഗ്രഹത്താൽ യാജ്ഞവൽക്കന് വിദ്യകള് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ്. അത് ശുക്ല യജുർവേദം എന്ന രീതിയിൽ പിന്നീട് മാറപ്പെട്ടു. ഇങ്ങനെ യജുർവേദത്തിന്റെ ആചാര്യനായ യാജ്ഞവൽക്കന്റെ ജീവിതത്തില് എല്ലാ തരത്തിലുമുള്ള ശ്രേയസിനെയും കൊടുത്തത് ഈ ഭഗവാന്റെ തിരുനാമം ഭൂതാത്മനേ നമ എന്ന നാമം. ഈ നാമം ആരാണോ നിത്യവും ജപിക്കുന്നത് അവർക്ക് യാജ്ഞവൽക്കനെ പോലെ യശസ്സും ധനവും എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ നാമം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ഭൂതാത്മനേ നമഃ.